ദൈവത്തിൻ്റെ നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു എപ്പിസോഡ് വേദപുസ്തകവുമായിട്ട് ഡയറക്റ്റ് ബന്ധമൊന്നും ഇല്ലാത്തതാണ്. എന്നിരുന്നാലും വേദപുസ്തകത്തെ അധികരിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള ഒരു വിഷയമാണിത്. അത് ഞങ്ങളുടെ കാഷ്വലായിട്ടുള്ള ചർച്ചകളിലും അതുപോലെ തന്നെ എൻ്റെ അടുക്ക് നേരിട്ട് കുറച്ച് ആൾക്കാർ അഭിപ്രായം ചോദിച്ചതുമായിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയാണ്. കഴിഞ്ഞ ഇടയിൽ ഇറങ്ങിയ മോഹൻലാൽ പൃഥ്വിരാജിൻ്റെ സിനിമ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ്. അത് ക്രിസ്ത്യാനികളെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, ക്രിസ്ത്യാനികൾക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു വിഷയമാണോ എന്നുള്ള ചോദ്യമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ ഉത്കണ്ഠയോടെ ഉണ്ടായിരുന്നത്. ഇതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം ഇതാണ്. ഈ ലോകത്തിലുള്ള ജനങ്ങളെ മുഴുവൻ മൂന്നായിട്ട് നമ്മൾ തിരിക്കുകയാണെങ്കിൽ, ഒരു കൂട്ടം ജനങ്ങളെന്ന് പറയുന്നത് ദൈവം ആരാണെന്ന് അറിയത്തുമില്ല, ദൈവം ആരാണെങ്കിലും എനിക്കതൊരു വിഷയവുമല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ജനങ്ങൾ ഈ സിനിമ കാണാൻ പോവുകയോ അതിനകത്ത് ദൈവത്തെപ്പറ്റി മോശമായിട്ട് പറയുന്നതോ അല്ലെങ്കിൽ ഘടകവിരുദ്ധമായിട്ട് പറയുന്നതോ, ലൂസിഫറാണ് ഒരു ഹീറോ എന്നുള്ള രീതിയിൽ ഒരു പരിവേഷം കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ, ഈ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാർക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അവരുടെ ആത്മീയമായിട്ടുള്ള ആ ഒരു തലത്തിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. ആകെപ്പാടെ അവർക്ക് വരുന്ന വ്യത്യാസം അവരുടെ മോറലായിട്ടുള്ള ഒരു സൈഡിലാണ്. അവരുടെ മോറൽസ് ഒന്ന് ഉടച്ചു വാർക്കപ്പെടും. ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ അത് വയലൻസ് കൂടുതലുള്ള സിനിമയാണെന്ന് പറയുന്നു. അങ്ങനെയുള്ള സിനിമകൾ തുടർച്ചയായിട്ട് കാണുന്നുടനെ നമുക്ക് വയലൻസ് ഒരു പ്രശ്നമല്ല, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, അതൊരു സാധാരണ സംഭവമാണ്, അത് നോർമലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ അവരുടെ ആ മോറൽ ചിന്താഗതി ഒന്ന് ഉടച്ച് പുതിയതായിട്ടൊന്ന് വാർത്ത് പുതിയ രീതിയിലുള്ള ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വരും. നമ്മളതിനെ വാല്യൂസ്, ബിലീഫ്സ്, ഐഡിയോളജീസ് എന്നൊക്കെ പറയും. അതുപോലെ തന്നെയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തും ദൈവത്തെപ്പറ്റിയുള്ള ആ ഒരു സങ്കല്പങ്ങളും ചിന്തകളുമൊക്കെ അവരുടെ മനസ്സിൽ ഉടച്ചു വാർക്കപ്പെടും. പിന്നെ അതിൻ്റെ അങ്ങേ തലത്തിലുള്ള രണ്ടാമത്തെ സെക്ഷനിലുള്ള ആൾക്കാരാണ് ദൈവത്തെ അനുഭവിച്ചറിയുകയും അതേപോലെ ദൈവം ആരാണെന്ന് കൃത്യമായിട്ട് അറിയുകയും ചെയ്യുന്ന ആൾക്കാർ. അവർക്ക് ദൈവം നല്ല ബോധ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, കൺവിക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരെയും ഈ സിനിമകളൊന്നും ബാധിക്കില്ല. സിനിമ കാണും, അതിൻ്റെ കലാമൂല്യം വെച്ച് അവർ ആസ്വദിക്കും. അതിനുശേഷം അവർക്കറിയാം ഇതൊരു കലയുടെ ഒരു ഭാഗമാണ്, അല്ലാതെ എൻ്റെ സ്പിരിച്വൽ ലൈഫിനെ ബാധിക്കുന്ന വിഷയമല്ല എന്നവർക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് അവരെയും ഇത് ബാധിക്കില്ല. പക്ഷെ ഇതിനെ ബാധിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. അതായത് ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയ ആൾക്കാർ, പാതി വഴിയിൽ എവിടെയോ ആയിരിക്കുന്ന ആൾക്കാർ. നമുക്കറിയാം ഒരു 5 സ്റ്റേജ് ഉണ്ടെന്നറിയാം. ദൈവം നമ്മളെ വിളിക്കും, ദോസ് ഹു ആർ കോൾഡ്. ദൈവം വേർതിരിക്കും, ദോസ് ഹു ആർ ചോസൺ. മൂന്നാമത് ദോസ് ഹു ആർ ജസ്റ്റിഫൈഡ്, നീതീകരിക്കപ്പെട്ട ആൾക്കാർ. നാലാമത്തെ സ്റ്റേജാണ് ദോസ് ഹു ആർ സാങ്ക്ടിഫൈഡ്, വിശുദ്ധീകരിക്കപ്പെട്ട ആൾക്കാർ. ലാസ്റ്റ് സ്റ്റേജാണ് ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, മഹത്വീകരിക്കപ്പെട്ട ആൾക്കാർ. അപ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാർ കൺവിക്ഷൻ ഇല്ലാതെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർ ഇത് നന്നായിട്ട് ബാധിക്കും. അപ്പോൾ അവർക്ക് പലപ്പോഴും ദൈവം ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റും, ഈ പാവം ലൂസിഫറിനെ അല്ലെങ്കിൽ സാത്താനെ എന്തിനാണ് ദൈവം ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്നുള്ള ചിന്താഗതിയും ഒക്കെ അവരിൽ വരും. അപ്പോൾ അവരുടെ സെക്കുലർ ചിന്താഗതിയിൽ നിന്നുണ്ടാകുന്ന തോട്ട് പ്രോസസ്സാണത്. അവർക്കിപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന അവരുടെ എത്തിക്സ്, വാല്യൂസിൽ നിന്നും ഓരോ ഡിസിഷൻസിലേക്ക് വരും, ഓരോ തീരുമാനത്തിലേക്കും ഓരോ ഡിഡക്ഷൻസിലേക്കും അവർ വരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ക്രിസ്തീയ മേലധ്യക്ഷന്മാർ പലരും ഇതിനെ വളരെ നിശിതമായിട്ട് വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്ക് പക്ഷെങ്കിൽ അറിയാം എന്താണ് യേശുക്രിസ്തു നമുക്ക് തന്നിട്ടുള്ളത്. ദ പീസ് ദാറ്റ് പാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മളായിട്ട് തടയാൻ പറ്റത്തില്ല. ഈ ലോകം, ദിസ് ഈസ് എ ഫോളൻ വേൾഡ്. ആദാമിൻ്റെയും ഹവ്വായുടെയും ആ ഒരു എക്സ്പീരിയൻസോടുകൂടി ഇതൊരു ഫോളൻ വേൾഡാണ്. ഇത് അനുദിനം നശിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ലോകമാണെന്ന് നമുക്കറിയാം. ഈ ലോകത്തിലല്ല നമ്മുടെ നിത്യമായിട്ടുള്ള വാസമെന്നും ഇതിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ടെന്നും എല്ലാം നമുക്കറിയാം. അപ്പോൾ ആ ഒരു കൺവിക്ഷനുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഒരു സാധാരണ സംഭവങ്ങളാണ്, ഇതിങ്ങനെ വരത്തുള്ളൂ. അപ്പം ഇന്നൊരു എമ്പുരാൻ വരും, അടുത്ത ദിവസം ഇതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള മറ്റൊരു സിനിമ വരും. അപ്പോൾ
നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇതൊരിക്കലും ഇത് നന്നായി പോകില്ല. ഈ ലോകം നന്മയിലേക്ക് മടങ്ങി വരത്തുമില്ല. ഇത് ഒന്നിനൊന്നിന് മോശമായിട്ടേ വരത്തുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ ഈ ലോകത്തിലാണ് യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. ദ പീസ് ദാറ്റ് പാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിങ്, എല്ലാവരുടെയും ചിന്തകൾക്ക് അതീതമായിട്ടുള്ള സമാധാനമാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വരുമ്പോൾ നമ്മൾ സടകുടഞ്ഞെണ്ണീറ്റ് അതിനെ പ്രതിഷേധിക്കാനോ അതിനെ മോശമായിട്ട് ചിത്രീകരിക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല. കാര്യം ഇത് നമുക്കറിയാം ഇതിങ്ങനെ വരത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഒരു ചിന്താഗതി ഇതാണ്. ഈ 3 ടൈപ്പ് ആൾക്കാരാണ് ഈ ലോകത്തുള്ളത്. 1 അവിശ്വാസികൾ, 2 നല്ല ബോധ്യമുള്ള നല്ല പൂർണ്ണ വിശ്വാസികൾ. ഇവരെ 2 പേരെയും ഇതൊന്നും ബാധിക്കത്തില്ല. നടുക്കി നിൽക്കുന്ന ആൾക്കാരെ ഇത് ബാധിക്കും. അതുകൊണ്ട് സഭകളും സമൂഹങ്ങളും കൂടുതൽ അധ്വാനിക്കേണ്ട സമയമാണിത്. കാര്യം ഈ സിയോൻ യാത്രയിൽ നിൽക്കുന്ന ആൾക്കാരെ അവിശ്വാസത്തിലേക്ക് പോകാതെ ഇതിനകത്ത് അടിയുറച്ച് നിൽക്കുവാൻ, നങ്കൂരമിട്ട് നിൽക്കുവാനായിട്ട്, കൂടുതൽ ബോധ്യങ്ങൾ നൽകുവാനായിട്ട് കൂടുതൽ പരിശ്രമിക്കണം. അതുകൊണ്ട് എല്ലാ വൈദികർക്കും എല്ലാ സുവിശേഷകർക്കും ഉള്ള ഒരു വലിയ അവസരമാണിത്. ആൾക്കാരെ നഷ്ടപ്പെട്ടു പോകാതെ, ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാതെ അവരെ ഇതിനകത്ത് ഉറപ്പിച്ച് നിർത്തുവാനായിട്ട് ആഴ്ചയിൽ 7 ദിവസവും വർക്ക് ചെയ്യേണ്ടി വരും. ഞായറാഴ്ച മാത്രം ഒരു ദിവസം വിശുദ്ധ ദിവസമായിട്ട് ആചരിച്ചിട്ട് കാര്യമില്ല. കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ട് ദ കോൾ ഫോർ ദ ചർച്ചസ് ഈസ് റിയൽ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വി ഹാവ് ടു ഡു സംതിങ്. നമുക്ക് വ്യക്തികളായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും നമുക്കറിയാവുന്ന ആൾക്കാരെയും ഒരുമിച്ച് നിർത്തുക, അവരോട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് സിനിമയെ പറ്റിയല്ല, ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകമാണ്, ഇതിനകത്ത് പ്രത്യാശിക്കാനായിട്ട് നമുക്ക് ഈ ലോകത്ത് യാതൊന്നുമില്ല എന്നുള്ള ആ വാസ്തവം പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ നമുക്ക് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുവാനായിട്ട് നമ്മൾ ഈ അവസരം ഉപയോഗിക്കുക. അതാണ് എനിക്കിതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം.